നമുക്കൊരു കുഴ ഉണ്ടാക്കണം. അതിന് വേണ്ടി അതിനാവശ്യമായ സാധനങ്ങളാണ് വൻപയർ. 2 തരം പയറുണ്ട് കേട്ടോ, കറുത്തതുണ്ട് വെളുത്തതുണ്ട്. കറുത്തത് നമ്മൾ വീട്ടിൽ പിടിച്ച പയറാണ്. വൻപയർ, ഓമയ്ക്ക, ചേമ്പ്, കപ്പയൊക്കെ നമ്മുടെ ഇവിടെ പറിച്ച ഓമയ്ക്കൊക്കെ പറിച്ചാണ്. പിന്നെ ഇന്നലെ സാമ്പാറിന് കുറച്ച് കഷ്ണം അരിഞ്ഞപ്പോൾ അത് കൂടിപ്പോയി. അതായത് ചേമ്പ്, മത്തക്ക, വെള്ളരിക്ക, ഇത്ര കുറച്ചെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം കൂടി ഇട്ടാണ് ഇന്നൊരു കുഴ ഉണ്ടാക്കുന്നത്. അതിനരക്കാനായിട്ട് കുറച്ച് ഇതൊക്കെ പറിക്കാൻ പോയ കൂട്ടത്തിൽ കുറച്ച് കുരുമുളക്, കാന്താരി മുളക്, വേപ്പില ഇതൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ടാണ് നമ്മളിന്നൊരു കുഴ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാനിതൊക്കെ ഒന്ന് അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കട്ടെ കേട്ടോ. ഇതെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ചേമ്പ്, ഓമയ്ക്ക, കപ്പ, വൻപയർ കഴുകി അത് ഇട്ടിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞില്ലേ, ഇച്ചിരി സാമ്പാറിന് ഇന്നലെ അതിനെപ്പറ്റി കൂടുതൽ വന്നു. അത് മത്തങ്ങായും വെള്ളരിക്ക ഇതൊക്കെ ഇതിൻ്റെ ചേർക്കാനും. അത് വേവിക്കാൻ പോവാണ്. വൻപയർ, കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നതാണ്. വൻപയറിട്ട് അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരുന്ന കഷ്ണങ്ങൾ ചേർക്കുക. പറഞ്ഞില്ല, സാമ്പാറിൻ്റെ കുറച്ച് കഷ്ണങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നു. അതാണ് ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളം അല്പം മഞ്ഞൾപ്പൊടി, രണ്ട് വിസിൽ കേട്ട് കഴിയുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യുവേ. അരപ്പിനാവശ്യമായ സാധനങ്ങൾ: തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, നല്ല ജീരകം, വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇത്തിരി കുരുമുളക്, കുറച്ച് കാന്താരി. ഇത്രയാണ് നമ്മൾ അരപ്പിനെടുക്കുന്നത്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഒതുക്കി കൊണ്ടുവരാം. അപ്പോൾ ഇതാണ് നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് കേട്ടോ. എന്താ ഇതിലേക്ക് നമ്മൾ ഈ അരപ്പ് ചേർക്കുകയാണ്. ഇതിനകത്ത് ഞാൻ ഈ അരപ്പിനകത്ത് ഞാൻ ഉപ്പ് ചേർത്ത് കരിവേപ്പില ചേർത്ത് അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു കേട്ടോ.
കഷ്ണം നമ്മൾ ഉപ്പിടാതെയല്ലേ വേവിച്ചത്. അപ്പം ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് ഈ അരപ്പിനകത്ത് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യും. ഇത് വൻപയർ, മത്തങ്ങ, കപ്പ, ഓമയ്ക്ക, വെള്ളരിക്ക ഇതിനൊരു സാമ്പാറിനരിഞ്ഞത്. കപ്പ ഞാൻ പറഞ്ഞില്ലേ, കപ്പ കൂടുതൽ വന്നപ്പോൾ അതെടുത്ത് വെച്ചാണ്. അതുകൊണ്ട് വെള്ളരിക്ക. പിന്നെന്തായിരുന്നു, ചേമ്പ്, ഓമയ്ക്ക, വൻപയർ, കപ്പ, മുട്ടക്ക. അത്രയേ ഉള്ളൂ. ഇത്രയും സാധനങ്ങൾ. നമുക്ക് വേണമെങ്കിൽ ഇതിലൊരു അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം. ശകലം ഒഴിക്കുന്നില്ല. ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ അതിനകത്ത് വേണമെങ്കിൽ രണ്ട് വേപ്പില കൂടി ചേർത്തേക്കാം. പുറമത്ത് ഒരു 2 വേപ്പിലയിട്ട് ഇതിങ്ങനെ അടച്ചു വെച്ചാൽ മതി. ഇത് ഈ വേവിക്കാനുള്ള ഇത് ഈ ചൂടിൽ തന്നെ അങ്ങനെ ഇരിക്കട്ടെ. ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഴ. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ് ചെയ്യണം.